സമസ്ത ജീവിത ചക്രങ്ങളെയും സമസ്ത ജന്മജന്മാന്തരങ്ങളെയും ഏകമായൊരു ബോധത്തിൽ ഭാവന ചെയ്യാനെങ്കിലും കഴിയുമെങ്കിൽ, ഇഫ് യു ക്യാൻ ഫോളോ ഇറ്റ് ഇസ് ഗുഡ്. അങ്ങനെ പറയുന്നതിലേക്കാണ് നമ്മൾ എത്തുക, അറിയാതെ. മറ്റത് അറിഞ്ഞിട്ട് നമ്മൾ ശ്രമിച്ചു നോക്കുക. നമ്മൾ ശ്രമിച്ച് ദ്വേഷം ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ ദ്വേഷം വരും. അറിഞ്ഞ് ദ്വേഷം ഇല്ലാതായാൽ വരില്ല. നാളെ മുതൽ ദ്വേഷിക്കരുത് എന്ന് ആരെങ്കിലും ഉപദേശിച്ചിട്ടോ ദ്വേഷിക്കില്ല എന്ന് ഞാൻ തീരുമാനിച്ചിട്ടോ ഇറങ്ങുമ്പോൾ ആദ്യം വരുന്നവനോട് തന്നെ ദ്വേഷത്തോടെ തുടങ്ങുന്നത്. കാരണം ദ്വേഷിക്കില്ല എന്ന ദ്വേഷം ആദ്യം അവിടെ കിടപ്പുണ്ട്. ഞാൻ ദ്വേഷിക്കില്ല എന്ന ദ്വേഷമെന്ന നാമം എൻ്റെ ബോധത്തിൽ കിടക്കുകയാണ്. ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് പണ്ട് കാലത്ത് ഈ TTCയും കഴിഞ്ഞ് വരുമ്പോഴോ ഈ BA കഴിഞ്ഞിട്ട് B.Edന് പോകുമ്പോഴോ പറയും. കുട്ടികളോട് നിങ്ങൾ പറയുമ്പോൾ അധ്യാപകരെ പഠിപ്പിച്ചു കൊടുക്കും. കുട്ടികളോട് പണ്ട് അമ്മമാരും അച്ഛന്മാരും ഒക്കെ ചെയ്ത കാര്യമാണ്. കുട്ടികളോട് നിങ്ങൾ പറയുമ്പോൾ കള്ളം പറയരുതെന്ന് പറയരുത്, സത്യമേ പറയാവൂ എന്നേ പറയാവൂ. കള്ളം പറയരുതെന്ന് പറയുമ്പോൾ കള്ളമെന്നൊരു ശബ്ദം അവൻ കേട്ടത് ഉറച്ചു കഴിഞ്ഞു. അവൻ്റെ ജന്മജന്മാന്തരങ്ങളിലെ കള്ളം മുഴുവൻ ആ ഒറ്റ കേൾവിയിൽ ഉണർന്നു കഴിഞ്ഞു. ഇനി അവന് കള്ളമല്ലാതെ പറയാൻ പറ്റില്ല. ഇവൻ സത്യസന്ധനായി പോയി പയറും വാങ്ങിച്ചുകൊണ്ട് വന്ന് ബാക്കിയുള്ള 50 പൈസ കൊടുത്തപ്പോഴാണ് പറയുന്നത്, ഇത്രയും വിലയുണ്ടോ? കടയെ വിളിച്ചു ചോദിച്ചാൽ ഇത്രയും കുഴപ്പമില്ല. എത്രയാ പോക്കറ്റ് വെച്ചിരിക്കുന്നത്? നീ എത്രയാ എടുത്തേ? ഞാനൊന്നും എടുത്തില്ല. എത്രയാ വില? കള്ളം പറയരുത്. അപ്പോൾ അവൻ മനസ്സിലാക്കി ഈ പ്രൈവറ്റ് വണ്ടിയെ കണ്ടക്ടറായിട്ട് പോകുന്ന പോലെ. പ്രൈവറ്റ് വണ്ടിയെ കണ്ടക്ടറായിട്ട് പോയിട്ടില്ലല്ലേ? ഇതൊക്കെ ഞാനേ പോയിട്ടുള്ളൂ. അതാണ് ഈ പ്രൈവറ്റ് വണ്ടിയുടെ ഓണർ കണ്ടക്ടറെ പിടിച്ച് വണ്ടിയൊക്കെ ഏൽപ്പിച്ചു വിടും. ആദ്യത്തെ ദിവസത്തെ പിരിവ് കഴിഞ്ഞ് വരുമ്പോൾ ചോദിക്കും, ഓലേഷ എത്ര ഉണ്ടറാ? 7000 രൂപയുണ്ട്. 7000 രൂപ എത്ര വെട്ടിയടാ? ഓഫീസിൽ കൊടുത്തേച്ച് പോ. അപ്പോൾ ഇവൻ സാധാരണഗതിയിൽ എല്ലാവരെയും പിടിച്ചെഴുതി മുഴുവൻ കാശും കൊണ്ട് കൊടുത്തിരിക്കുക. ആദ്യം കയറിയേ ഉള്ളൂ. അടുത്ത ദിവസം ഒരു കാര്യം ചെയ്തു. കാരണം ആളെ വിളിച്ചൂടെ കയറ്റി 8000 രൂപയാക്കി. എത്ര ഉണ്ടടാ? 8000. ഓ 8000 രൂപ കൊട. അപ്പം ഇവൻ്റെ ആ മുറയിൽ കുറയാൻ തുടങ്ങി, വർക്കിംഗ് മുറയിൽ. അടുത്ത ദിവസം 6000 കിട്ടിയുള്ളൂ. അപ്പോഴും ഇത് തന്നെയാണ്. അടുത്ത ദിവസം ഇവൻ വലിയ വർക്കൊന്നും ചെയ്തില്ലെങ്കിലും 8000 കിട്ടി. പക്ഷേ അവനൊരു കാര്യം ചെയ്തു. ടിക്കറ്റ് എഴുതുമ്പോൾ 1 രൂപ 50 പൈസയുടെ ആ ഒന്നിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു വെട്ടൂടെ വെട്ടി. അത് വാങ്ങിക്കുന്നത് നിങ്ങൾക്കറിയില്ല. ചുമ്മാ ഒരു വര ഒന്നിൻ്റെ അവിടെ. അപ്പോൾ ഇത് കൂട്ടിക്കൊണ്ട കൊടുക്കുന്ന സമയത്ത് ഈ 1 രൂപയൊക്കെ 50 പൈസയായി. ST 50 പൈസയാണ്. ST എന്ന് പറഞ്ഞാൽ മനസ്സിലായെന്നറിയില്ല. സ്റ്റുഡൻസ് ടിക്കറ്റ്. പിള്ളേർക്കൊരു കൺസെഷനുണ്ട്. അപ്പോൾ പിള്ളേർ കയറുന്ന രാവിലത്തെ ടിക്കറ്റിലാണ് ഇവനെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായില്ല? അതിലെ 1.50 ഒക്കെ 50ആയി, 1.20 ഒക്കെ 20ആയി, 1.10 ഒക്കെ 10ആയി, 1.30 ഒക്കെ 30ആയി. ഇങ്ങനെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പം മുതലാളിക്കിപ്പോൾ സംശയമില്ല. ഇങ്ങനെ ഒരു കള്ളനെയും കൂടെ സൃഷ്ടിച്ചെടുത്തു. നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ പ്രവർത്തന മണ്ഡലം, നമ്മുടെ കുടുംബം, നമ്മുടെ ചിന്തകൾ, ഇവയൊക്കെ നാം എങ്ങനെ സമർത്ഥമായി സൃഷ്ടിക്കുന്നു. അപ്പം നമ്മുടെ ദ്വേഷത്തിൻ്റെയും നമ്മുടെ രാഗത്തിൻ്റെയും നമ്മുടെ ഭാവങ്ങളുടെയും പരിണതി പലപ്പോഴും ഇതിലേക്ക്. ഈ പരിണാമം നമ്മുടെ ബോധതലത്തിനുണ്ടാകാതിരിക്കണമെങ്കിൽ രാഗവും ദ്വേഷവും ഇല്ലാത്ത ഭൂമിയിലൂടെ സഞ്ചരിക്കണം. രാഗവും ദ്വേഷവും ഇല്ലാത്ത ഭൂമിയിലൂടെ സഞ്ചരിക്കണമെങ്കിൽ അറിവുണ്ടാവണം. അറിവിൽ എതിർച്ഛയ, അതിന് മറ്റൊരു പദമാണ് സ്വച്ഛന്തം. സ്പോണ്ടേനിയസ് ആയിട്ട് ഇതെല്ലാം വരണം. അത് വരണമെങ്കിൽ ആത്മീയ ജീവൻ ഈ ഭൂമിയിൽ കർത്തവ്യമല്ലാതെ അവകാശങ്ങളൊന്നും ഉണ്ടാവരുത്. അല്ലെങ്കിൽ എവിടെയാണ് അവകാശം? ജീവൻ്റെ ജന്മാവകാശം മോക്ഷമാണ്, ആനന്ദമാണ്, സദ്ഭാവമാണ്. സച്ചിദാനന്ദമാകുന്ന അവകാശത്തിലൂന്നുമ്പോൾ ബഹിരംഗ സാധനയിൽ
കർത്തവ്യമല്ലാതെ മറ്റൊന്നുമില്ല. ബഹിരംഗ സാധനയിലെ ജീവിത താളങ്ങളിൽ എപ്പോഴെങ്കിലും ക്ഷുദ്രങ്ങളായ വിഷയാവകാശങ്ങൾ ഉണ്ടായാൽ ഓരോ വിഷയാവകാശവും ആത്മാവകാശത്തെ ചോദ്യം ചെയ്യുകയും ഇല്ലാതാക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ഈ ഭൂമികയിൽ പ്രവേശിക്കുന്നത്, അല്ലാതെ തലയും കുത്തി നിന്നും ചീറ്റിയും ഒന്നും എത്തുകയില്ല.